മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ മരമുറി കേസിൽ പരാതി നൽകിയ SI N ശ്രീജിത്ത് മാതൃഭൂമി ന്യൂസിനോട് ചില കാര്യങ്ങൾ പറയുകയാണ്. രണ്ടാം നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു താനെന്നാണ് ശ്രീജിത്ത് വ്യക്തമാക്കുന്നത്. പൗരൻ എന്ന നിലയിൽ നിയമ പോരാട്ടം നടത്തും. സുജിത് ദാസിനെതിരെ മാത്രമല്ല അദ്ദേഹത്തെ സംരക്ഷിച്ചവർക്കെതിരെ കൂടിയാണ് പോരാട്ടമെന്നും ശ്രീജിത്ത് വ്യക്തമാക്കുകയാണ്. കേൾക്കാം. എനിക്കുള്ള നീതി മാത്രമല്ല അത്. ഇപ്പം ക്യാമ്പ് ഓഫീസിലെ മരം മുറിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നെ മാത്രമല്ല, ഈ കേരളത്തിലെ ടാക്സ് കൊടുക്കുന്ന എല്ലാവരുടെയും ബാധിക്കുന്ന ഒരു വിഷയമല്ലേ അത്. കാരണം എന്താണ്, ഇവിടെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു ഷെഡ്യൂളിൽ ഇനത്തിൽപ്പെട്ട ഒരു മരം അവൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് വിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ പോലീസ് ഒന്ന് കേസെടുക്കും, അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ പിടിച്ചുകൊണ്ട് പോകത്തില്ലേ. ഇത് ഒരാൾ സ്വന്തം താമസ സ്ഥലത്തൊരു സാധനം മോഷ്ടിക്കുമ്പോൾ അതൊരു എനിക്കുള്ള നീതി എന്നുള്ളതല്ല, അത് പൊതുസമൂഹത്തിൻ്റെ നീതിയാണ്. അത് നിഷേധിക്കപ്പെടുമല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് നടക്കുന്നു, സ്വർണ്ണക്കടത്തിനകത്ത് നമ്മുടെ സ്റ്റേറ്റിന് കിട്ടേണ്ട അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കിട്ടേണ്ട ടാക്സ് എന്ത് ചെയ്യുന്നു, ഇത് കൃത്യമായിട്ടുള്ള ലീഗാലിറ്റി കൂടെ അല്ലാതെ ചെയ്യുന്നതുകൊണ്ട് കുറേ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരാതികൾ. അല്ലാതെ ഞാൻ എന്നെ സർവീസ് തിരിച്ചിടണമെന്നോ ഞാൻ പുണ്യാളാണെന്നും പറഞ്ഞാൽ ഞാൻ ഒരിടത്തും ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്ത അപേക്ഷകൾ, ഞാൻ കൊടുത്ത പരാതികളൊക്കെ തന്നെ ഒരു ജനറൽ സ്വഭാവമുള്ളതാണ്, മനസ്സിലായില്ലേ. അല്ല എന്നെ കുറിച്ചിട്ടല്ല ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇനിയും നടന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇപ്പോൾ ഒരു കുഴപ്പം എന്താണ്, ഞാൻ പോലീസിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്ത് ചെയ്യത്തില്ല, എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ സ്വതന്ത്രമായിട്ട് എന്താണ്, ഒരു സിറ്റിസന് കിട്ടുന്ന കുറേ അവകാശങ്ങളുണ്ടല്ലോ. യഥാർത്ഥത്തിൽ സർക്കാർ ജോലിക്കാരനെക്കാട്ട് കൂടുതൽ അവകാശമുള്ള ആർക്കാണ്? സിറ്റിസനാണ്. അപ്പോൾ ആ സിറ്റിസൻ എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി അടുത്ത പോരാട്ടം തുടങ്ങണം, അതിൻ്റെ രണ്ടാം ഘട്ടം. അതായത് SP സുജിത് ദാസിനെതിരെയുള്ള പോരാട്ടം തുടങ്ങുകയാണ്. അല്ലല്ല, അങ്ങനെ ഒരു വ്യക്തിക്കെതിരെയുള്ളൊരു പോരാട്ടം അല്ലത്. സുജിത് ദാസ് സാറ് മാത്രമല്ലല്ലോ, അദ്ദേഹം ഒരു IPS ഓഫീസറല്ലേ. അദ്ദേഹം മാത്രമല്ല, അത് അദ്ദേഹത്തെ സംരക്ഷിച്ചവരില്ലേ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം മരമുറിയായിട്ട് ബന്ധപ്പെട്ട് 2 വർഷമായി. ഈ കത്ത് പരാതി കൊടുത്തത് മുൻ SP ആയിട്ടുള്ള ശശിധരനാണ്. അതിനുശേഷം അദ്ദേഹം പരാതി കൊടുത്തത് മുൻ SP ആയിട്ടുള്ള ശശിധരനാണ്. അതിനുശേഷം അദ്ദേഹം DIGക്ക്, അന്നത്തെ DIG ആയിരുന്ന അജിത ബേഗത്തിന് ആ കത്ത് കൈമാറി. അതിന്മേൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? അല്ല, ശശി സാർ ഇത് കിട്ടിയ ഉടനെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നെക്സ്റ്റ് ഡേയിൽ, ഞാനിത് വിവരാശത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്യുന്നു, ഇത് DGPക്ക് ത്രൂ DIG കൊടുക്കുന്നു. DIG എന്ത് ചെയ്യുന്നു, അത് തിരിച്ച് വീണ്ടും ശശി സാറിന് തന്നെ കൊടുക്കണം. നിങ്ങളത് അന്വേഷിക്കുക, ഇത് പറയുന്ന ആൾക്കാരുടെ മൊഴി എടുക്കുക, അതിനുശേഷം അതിന് റിപ്പോർട്ട് കൊടുക്കാൻ പറയുന്നു. പക്ഷെ അതിങ്ങനെ വൈകി. ഞാൻ ആഗസ്റ്റ് 8 കൊടുക്കുന്നത്. ആഗസ്റ്റ് 22 എന്ത് ചെയ്തിട്ടില്ല, അതിലൊരു നടപടി എടുത്തില്ല. അപ്പോഴാണ് PV Anwar MLA സാർ എന്ത് ചെയ്യുന്നത്, പോലീസുമായിട്ടുള്ള ചില വിഷയങ്ങളിനകത്ത് ഇടപെടുന്നതും ഈ പരാതി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും സാർ എന്ത് ചെയ്യുന്നു, അത് സാറിൻ്റെ സ്വന്തം ലെറ്റർ പേഡിൽ ഇത് കോട്ട് ചെയ്തിട്ട് പരാതി കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സുജിത് സാർ എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നത്. വിവരങ്ങൾ കണ്ണൻ നായർ നൽകും. കണ്ണൻ, അദ്ദേഹം ഈ ജോലിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ എത്ര നാളായി? അദ്ദേഹം മറ്റൊരു പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ നിയമപരമായി തന്നെ പോരാട്ടത്തിന് ഇറങ്ങുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, യഥാർത്ഥത്തിൽ സർക്കാർ ജീവനക്കാരെക്കാൾ കൂടുതൽ അവകാശം അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം സാധാരണ പൗരന്മാർക്കെന്നാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ആർക്കൊക്കെതിരെയാണ് അദ്ദേഹം വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത്? നിയമപോരാട്ടം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ N ശ്രീജിത്ത് പോയിരിക്കുന്നത്. 4-5 ദിവസം മാത്രമായിട്ടുള്ളൂ ഈ രാജിയിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ രാജി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ 38 വയസ്സുള്ള ആ ഉദ്യോഗസ്ഥനെ പുകച്ചു പുറത്തിയടിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 2 വർഷമായി അയാൾ സസ്പെൻഷനിലാണ്. അയാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആഴ്ചയിൽ ഒരു 4-5 തവണ ഡിപ്പാർട്ട്മെൻറ്റ് തല എൻക്വയറി എന്ന് പറഞ്ഞ് പലതരത്തിൽ കത്തുകൾ വിടുകയാണ്. തൻ്റെ വീട്ടിൽ ഓരോ സമയത്തും പോലീസുകാരിങ്ങനെ വന്ന് കയറി ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വിളിപ്പിച്ച് എൻക്വയറി നടത്തിക്കുകയാണ്. അതായത് താൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറിക്ക് വിധേയനാകേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് രാജിയിലേക്ക് പോവുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സുജിത് ദാസ് IPSനെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായി ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ചും ഫർണിച്ചർ ഉണ്ടാക്കി എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനുശേഷം അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കത്ത് തൻ്റെ കയ്യിൽ വാങ്ങിച്ച PV Anwar MLA തന്നെയാണ്, ആ മുൻ MLA തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കത്ത് എത്തി എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ MLA വിളിച്ച് പോലീസ് സേനയ്ക്കും മോശമുണ്ടാക്കുന്ന രീതി, പോലീസ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരിച്ചു. അത് മൊത്തത്തിൽ പോലീസിനൊരു പ്രശ്നമുണ്ടാകുന്നു. പോലീസിനെ മോശക്കാരായി സമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഈ ശ്രീദാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, താൻ ഈ പരാതി ആദ്യം കൊടുക്കുന്നത് അന്നത്തെ മലപ്പുറം SP ആയിരുന്ന ശശിധരനായിരുന്നു. പക്ഷേ ആ SP നേരെ കത്ത് DGPക്ക് കൈമാറി. അത് DGPക്ക് കൈമാറിയ DIG ത്രൂ DGP എന്നുള്ള ലെവലാണ്. പക്ഷേ DIG ആ കത്ത് കിട്ടി വായിച്ച സമയത്ത് നേരെ തിരിച്ച് അന്നത്തെ SPക്ക് തിരിച്ചയക്കുകയായിരുന്നു. നിങ്ങൾ അത് അന്വേഷണം നടത്തൂ, അന്വേഷണത്തിന് ശേഷം ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക്, പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതില്ല എന്ന് അന്നത്തെ DIG പറഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്ന് ഈ ശ്രീജിത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ
സാധിക്കുന്നതും നിലവിൽ ആത്മീയ മേഖലയിലേക്ക് കൂടുതലായി തിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും തിരുവല്ലാമലയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയിരുന്നു. ഞാൻ ചോദിച്ചു സന്യാസത്തിലേക്ക് പോവുകയാണോ എന്നുള്ള ചോദിച്ചത്. കാര്യം ഈ സ്ത്രീത്വ സന്യാസത്തിലേക്ക് പോകുന്നു എന്നുള്ള കഥകൾ അല്ലെങ്കിൽ പ്രചരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ സന്യാസത്തിലേക്ക് പോവുകയല്ല, ആത്മീയതയിലേക്ക് കൂടുതൽ തിരിയുകയും അതിനൊപ്പം തന്നെ മറ്റ് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് SP ശ്രീജിത്തിനെ സഹായിച്ച ആൾക്കാർ അത് ഉദ്യോഗസ്ഥരാണ്. ആ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നിയമ പോരാട്ടം നടത്തും എന്നുള്ളതാണ് ശ്രീജിത്തിന്റെ നിലപാട്.